ഇത് വന്നിട്ടൊരു 1 ബെഡ്റൂമാണ്. ഈ 1 ബെഡ്റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിലാനോയുടെ സാധനങ്ങളായിരിക്കും ഇത് കിട്ടുന്നത്. കംപ്ലീറ്റ് മിലാനോയുടെ സാധനങ്ങളായിരിക്കും. ഇതെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ, കിച്ചണായി ഡൈനിങ് ഏരിയ ആയി. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10% ഡൗൺ പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി. ബാക്കി 1% വെച്ച് മന്ത്ലി കൊടുത്ത് പോയാൽ മതി. അതുപോലെ തന്നെ ഇത് ഫ്ലെക്സ് ആണ്. നമുക്കിത് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് ഇത് ഒരു 2 ബെഡ്റൂം പോലെ ആക്കാനും പറ്റും. ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെഡ് നമുക്ക് ബാക്കി എന്താക്കാൻ പറ്റും, ഒരു ബെഡാക്കി മാറ്റാൻ പറ്റും. സോഫയാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് സോഫയായിട്ട് വെക്കാനും പറ്റും. ഇവിടെ ബാൽക്കണി ഉണ്ടാവും, ഇവിടെ TV സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഓഫീസ് സ്പേസിൻ്റെ ഒരു സ്പേസ് പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം സ്പേസും ഉണ്ടാവും. ഓക്കെ, ഇനി മെയിൻ പാർട്ടെന്ന് പറയുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഇത്രയും സ്പേസ് ഉണ്ടാവും. ഓക്കെ, ചില ബഡ്ജറ്റിലായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാത്റൂം നോക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം സ്പേസും കാര്യങ്ങളും ഉണ്ടാവും. മിലാനോടെ കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു.